നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് ഡിജിറ്റൽസിൻ്റെ കടക്കൽ ബ്രാഞ്ചിലാണ് കേട്ടോ. ഹോം അപ്ലയൻസ്, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ദുബായ് ഡിജിറ്റൽസിൽ അവൈലബിൾ ആണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിന്ന് കാണാം. കടക്കൽ ബ്രാഞ്ചിലെ മാനേജറായ രാഹുലിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. ബ്രോ ഇപ്പോൾ നമ്മുടെ ദുബായ് ഡിജിറ്റൽസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഓൾമോസ്റ്റ് 4.5 years ആയിരുന്നു. ഓക്കെ, ഏകദേശം ഒരു 5 വർഷം ആവാറായി അല്ലേ? ഓക്കെ, നമുക്കിവിടെ ഏതൊക്കെ തരം സ്മാർട്ട് ഫോൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കിപ്പോൾ കറന്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസും നമുക്ക് സ്റ്റോക്കബിലിറ്റി വരുന്നുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ മോഡൽ മുതൽ ഏറ്റവും പ്രീമിയം വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ദുബായിയുടെ കടക്കൽ ബ്രാഞ്ചിൽ നമുക്ക് എത്ര സ്റ്റാഫുകൾ ഇവിടെ കണ്ടുവരുന്നത്? നമുക്ക് ഓൾമോസ്റ്റ് 15 പേരോളം വരുന്നുണ്ട് കടക്കലിൽ മാത്രം. നമ്മുടെ ബ്രാഞ്ചുകൾ എവിടെയൊക്കെയാണ് അവൈലബിൾ? നമുക്ക് ഇപ്പോൾ കറന്റ് മെയിൻ ബ്രാഞ്ചസ് വരുന്നത് ഒന്ന് കടക്കിലും ദെൻ ആറ്റിങ്ങിലുമാണ്. അത് കൂടാണ്ട് നമുക്ക് കടക്കിൽ തന്നെ കടക്കിൽ സ്റ്റാൻഡിനകത്തൊരു സ്മോൾ ഷോപ്പ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ കല്ലറ, കല്ലമ്പലം, കൊട്ടിയം, പിന്നെ ആറ്റിങ്ങിലൊരു ഷോപ്പ് വരുന്നുണ്ട്. രാഹുൽ ബ്രോ, നമുക്ക് ദുബായിൽ സ്മാർട്ട് ഫോൺസ് ഒക്കെ അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? ആക്ച്വലി ബ്രോ, ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് പേർക്കെങ്കിലും വിചാരിച്ച് ചെയ്യുന്നത് നമ്മളെ ഒരു ഡിജിറ്റൽ ഷോപ്പ്, ഫോൺസ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെ എന്നാണ് വിചാരിച്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോം അപ്ലയൻസ്, അത് എത്ര ചെറിയ പ്രൊഡക്റ്റാണോ അത് മുതൽ ടോപ്പ് എൻഡ് വരുന്ന ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, അങ്ങനെ എന്ത് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ ലൈറ്റ്സിൻ്റെ കളക്ഷൻ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ, നമുക്ക് ഇവിടെ എല്ലാം അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? ബ്രോ, നമ്മളിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിനും മാക്സിമം ഓഫറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനായിട്ട് കമ്പയർ ചെയ്ത് അതിലും പ്രൈസ് അകത്താണ് നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെമി ഓട്ടോ വാഷിംഗ് മെഷീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന റേറ്റ് ഓൾമോസ്റ്റ് 9,000 മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് 13,500 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതായത് ഫുള്ളി ഓട്ടോമാറ്റിക്. അതെ. പിന്നെ ദെൻ ഫ്രണ്ട് ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 24,000 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ വാഷിംഗ് മെഷീനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വരുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് വരുന്ന ഈ വാഷിംഗ് മെഷീൻ നമുക്ക് വെറും 18 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതിനല്ല വാറണ്ടിയുടെ കേസ് നമുക്കിപ്പം ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് IFBയുടെ വാഷിംഗ് മെഷീനാണ്. ഇത് നമുക്ക് നോർമലി വാഷിംഗ് മെഷീനിന് വരുമ്പോഴത്തേക്ക് 1 year ടോട്ടൽ വാറണ്ടിയാണ് വരുന്നത്. അതേസമയം നമ്മളിപ്പോൾ പറഞ്ഞ IFBയുടെ മോഡലാണെങ്കിൽ നമുക്ക് 4 വർഷം ടോട്ടൽ വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 10 വർഷം അതിൻ്റെ മോട്ടോർ വാറണ്ടി. ഈ 10 വർഷ കാലയളവിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെയർ പാർട്സിനെല്ലാം അവർ അഷ്യൂർ ചെയ്യുന്നു. പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത് നമുക്ക് റെഫ്രിജറേറ്റർ ആണ്. അതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ നമുക്ക് ഏകദേശം ഒരു 10,990 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത്. ബ്രോ, അതുപോലെ നമുക്ക് ഇവിടെ ഫാൻസി ലൈറ്റ് ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? ബ്രോ, നമുക്കൊരു 599 മുതൽ നമുക്ക് ഫാൻസി ലൈറ്റ് സ്റ്റാർട്ടിങ്സ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പം നമ്മൾ പല ഡിസൈൻസിലുള്ള ലൈറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും വരുന്ന കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല വേണ്ടത്, വേറെ ടൈപ്പ് ആയിരിക്കും വേണ്ടത്. അത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 daysനകത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നല്ല ചൂട് കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ട് വരുന്നത് കൂളർ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന AC, എയർ കണ്ടീഷണർ. അതിൽ നമുക്ക് കൂളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബ്രാൻഡുകൾ ക്രോംപ്ടൺ, പിന്നെ വോയ്സർ, അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് ഓൾമോസ്റ്റ് 499 അല്ലെങ്കിൽ 399 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്സ് വരുന്നുണ്ട്. ദെൻ ACയുടെ കേസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിലും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഡൈക്കിൻ, LG, വോൾട്ടാസ്, ലോയിഡ്, അങ്ങനെ എല്ലാ ബ്രാൻഡിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് 24,990 മുതൽ നമുക്ക് AC സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തും, ഗ്യാസ് സ്റ്റവ് ആയിക്കോട്ടെ, മിക്സി ആയിക്കോട്ടെ, ഇൻഡക്ഷൻ ആയിക്കോട്ടെ, തവ ആയിക്കോട്ടെ, എന്തും നമുക്ക് ദുബായ് ഡിജിറ്റൽ അവൈലബിൾ ആണ്. ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ വാച്ചസ്, ആക്സസറീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ലൈവ് സർവീസും അവൈലബിൾ ആണ് കേട്ടോ. കടക്കൽ ബ്രാഞ്ചിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങളും കണ്ടില്ലേ ബ്രോ? നമുക്ക് നമ്മുടെ ദുബായ് ഡിജിറ്റൽസിന്റെ എല്ലാ ബ്രാഞ്ചിലും ഇതെല്ലാം അവൈലബിൾ ആണോ? അതെ, ഉറപ്പായിട്ടും. പിന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ആറ്റിങ്ങിലും കടക്കിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. ഇത് കൂടെ നമ്മൾ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് ഇനി അവൈലബിലിറ്റി അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, ഹോം ഡെലിവറി അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അവൈലബിൾ ആണ്? അതെ, ഉറപ്പായിട്ടും. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സ് നമ്മൾ അവരുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ദുബായ് ഡിജിറ്റൽസ് കടക്കലിന്റെ ഈ ഒരു ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇൻസ്റ്റാഗ്രാം മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ദുബായ് ഡിജിറ്റൽസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.